പത്തനംതിട്ടയിൽ കല്ലറകളിലെ ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം നിർമ്മാണ തൊഴിലാളികളിലേക്ക്. കല്ലറ നിർമ്മാണം കരാറെടുത്ത് നടത്തുന്നവരാണ് കാം ഗ്രാനൈറ്റ് കടത്തിക്കൊണ്ടുപോയതെന്ന നിഗമനം. മല്ലപ്പള്ളിയിലെ 2 മാർത്തോമ പള്ളി സെമിത്തേരികളിൽ നിന്നാണ് ഗ്രാനൈറ്റ് സ്ലാബുകൾ കടത്തിക്കൊണ്ടുപോയത്. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, മരിച്ചവരെ പോലും വെറുതെ വിടാത്ത ഈ മോഷ്ടാക്കൾ ആരാണ്? ഈ മോഷ്ടാക്കൾ ആരാണെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കീഴ്വായ്പൂര് പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവർ ഊർജിതമായ അന്വേഷണത്തിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ മല്ലപ്പള്ളിയിലെ 2 പള്ളികളിൽ നിന്ന് കല്ലറയിലെ സ്ലാബ് മോഷണം പോയി എന്നുള്ള വിവരം പുറത്തറിയുന്നത്. ഇവർ ഈ ഞായറാഴ്ച നമസ്കാരത്തിന് ശേഷം കല്ലറയിലേക്ക് എത്തിയപ്പോഴാണ് അറിയുന്നത്. അതിനുശേഷമാണ് തുടർന്ന് പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും ഈ കല്ലറയൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാണ തൊഴിലാളികളിലേക്കാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും പോലീസ് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ സ്ലാബിലൊക്കെ തന്നെ കുരിശും അതുപോലെ തന്നെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട കൊത്തുപണികൾ നടത്തിയിട്ടുള്ള സ്ലാബുകളാണ്. അപ്പോൾ ഇത് മറ്റ് ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്തായാലും സാധിക്കില്ല, കൊത്തി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റെവിടെയെങ്കിലും ഉപയോഗിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ മറിച്ച് ഉപയോഗിക്കുന്നതിനായിട്ടോ ഒക്കെ ആയിരിക്കും ഇത് മോഷ്ടിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട മറ്റ് 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 പള്ളികളും ഈ മോഷ്ടാക്കൾ ആര് തന്നെയാണെങ്കിലും ഈ 2 പള്ളികൾ തെരഞ്ഞെടുത്തതിൽ തന്നെ അവർ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. കാരണം ഈ 2 പള്ളികളിലും CCTVകളില്ലായിരുന്നു. അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ നിന്ന് കുറച്ചധികം ഉള്ളിലേക്ക് മാറിയുള്ള പള്ളികളിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. ഇതിൽ ഒരു പള്ളി, വെങ്ങലശ്ശേരി പള്ളി എന്ന് പറയുന്നത് മാസത്തിൽ 2 തവണ മാത്രമാണ് അവിടെ നമസ്കാരമുള്ളത്, 2ാം ശനിയാഴ്ചയും അതുപോലെ തന്നെ 4ാം ഞായറാഴ്ചയും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു സമയത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ള അനുമാനത്തിലാണ് പോലീസ് എത്തുന്നത്. അതുപോലെ തന്നെ മങ്കുഴിപ്പടി പള്ളിയിൽ ഒരു ഞായറാഴ്ച നമസ്കാരം നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച സ്വാഭാവികമായിട്ടും അടുത്ത ഞായറാഴ്ചയാണ് ഈ ശുശ്രൂഷയുള്ളത്. അപ്പോൾ ആ ഒരാഴ്ചത്തെ ഇടവേളയിലാണ് അവിടെയും മോഷണം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്ര കൃത്യമായിട്ട് നഗരത്തിൽ നിന്ന് ഇത്ര ഉള്ളിലേക്കാണെന്നും ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ CCTV ഇല്ല എന്നും ഒക്കെ തന്നെ മനസ്സിലാക്കിയ കള്ളന്മാർ തന്നെയാണ് ഇത് മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു നിഗമനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ലാബ് പുതിയത് വാങ്ങിയാൽ ഏകദേശം 10,000 രൂപയോളമാണ് ഈ സ്ലാബിന് വില വരുന്നത്. ഇതിപ്പോൾ മറിച്ചു കൊടുത്താൽ ഏകദേശം ഒരു 5,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപയൊക്കെ ആയിരിക്കും ലഭിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് മരിച്ചവരെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.